നമസ്കാരം. നരേന്ദ്രമോദിയുടെ പരിസരത്ത് നിൽക്കാനുള്ള യോഗ്യതയില്ലെങ്കിലും മോദിയുടെ പിന്നിൽ നിന്ന് കുശുമ്പും നുണയും പറയാൻ രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞേ വേറെ ആരുമുള്ളൂ. സഭയിൽ ഓരോ നിർണായക ഘട്ടത്തിലും വായും പൂട്ടിക്കെട്ടി കണ്ണും മിഴിച്ചു നോക്കിയിരിക്കുന്ന രാഹുൽ ഗാന്ധി മോദിയെ കഴിവുകെട്ടവൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. പറയുമ്പോൾ കുറഞ്ഞ പക്ഷം അവനവനെ കുറിച്ചെങ്കിലും ഒരിത്തിരി ബോധം വേണ്ടേ രാഹുലേ? സ്വയം എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കാനെങ്കിലുമുള്ള ബോധം ഉണ്ടായിരുന്നുവെങ്കിൽ രാഹുൽ ഇത് പറയുമായിരുന്നോ എന്നാണ്. കോൺഗ്രസിന്റെ പ്രതാപകാലം അവസാനിച്ചത് എന്ന് രാഹുലിന്റെ കയ്യിൽ സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ താക്കോൽ കൂട്ടം വെച്ചുകൊടുത്തോ അന്ന് മുതലാണ്. സോണിയ ഉണ്ടാക്കി നിലനിർത്തിയ കസേരകൾ പോലും നിലനിർത്താൻ കഴിയാതെ ആജീവനാന്ത പ്രതിപക്ഷമായി നിൽക്കാൻ രാഹുലിനെ വിധിച്ചതുപോലും മോദിയുടെ കരുത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെറും ഷോ മാത്രമാണെന്നും പ്രത്യേകിച്ച് കഴമ്പൊന്നും ഇല്ല എന്നും കോൺഗ്രസ് എംപിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഡൽഹിയിലെ തൽക്കട്ടോര സ്റ്റേഡിയത്തിൽ കോൺഗ്രസിന്റെ ഭാഗിദാരി ബ്യായ് സമ്മേളൻ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ. അദ്ദേഹത്തിന് ഷോ മാത്രമേ ഉള്ളൂ എന്നും ആവശ്യമില്ലാത്ത പ്രാധാന്യം അദ്ദേഹത്തിന് കൊടുക്കുകയാണ് എന്നുമാണ് പ്രസംഗത്തിൽ രാഹുൽ പറഞ്ഞത്. 3-4 തവണ പ്രധാനമന്ത്രിക്കൊപ്പം ഒരു മുറിയിലിരുന്ന് കൂടിക്കാഴ്ച നടത്തിയതിൽ നിന്ന് മനസ്സിലായത് അദ്ദേഹം ഒരു പ്രശ്നം അല്ല എന്നാണ് എന്ന് പറഞ്ഞ രാഹുൽ മോദിക്ക് ഗഡ്സ് ഇല്ല എന്നും പറഞ്ഞു. പ്രധാനമന്ത്രി മോദിയെക്കുറിച്ച് പ്രത്യേകമായി പറയാൻ ഒന്നുമില്ല എന്നും മാധ്യമങ്ങൾ അദ്ദേഹത്തെ വീർപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്നും രാഹുൽ തുറന്നടിച്ചു. കേന്ദ്ര സർക്കാരിനെയും രാഹുൽ ഗാന്ധി വിമർശിച്ചു. ദളിതർ, പിന്നോക്ക വിഭാഗക്കാർ, ഗോത്രവർഗം, ന്യൂനപക്ഷം എന്നിവരൊക്കെ ചേർന്നതാണ് രാജ്യത്തെ ജനസംഖ്യയുടെ 90%. എന്നാൽ ബജറ്റ് തയ്യാറാക്കിയ ശേഷം ഹൽവ വിതരണം ചെയ്യുമ്പോൾ ഈ 90% പ്രതിനിധീകരിക്കുന്ന ഒരാൾ പോലും ഉണ്ടാകില്ല. ഈ ജനവിഭാഗമാണ് രാജ്യത്തെ ഉൽപാദന ശക്തി. ഹൽവ ഉണ്ടാക്കുന്നത് ന്യൂനപക്ഷമാണ്, പക്ഷേ ആർക്കും കഴിക്കാൻ കിട്ടുന്നില്ല. മുൻഗണനാ വിഭാഗം ന്യൂനപക്ഷങ്ങളോട് ഹൽവ കഴിക്കരുത് എന്നല്ല പറയുന്നത്. കുറഞ്ഞ പക്ഷം ന്യൂനപക്ഷങ്ങൾക്കും അതിലൊരു പങ്ക് കിട്ടണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാകുന്നത് ST, OBC വിഭാഗങ്ങളിലെ ആളുകൾക്ക് ലക്ഷങ്ങളോ കോടികളോ വരുന്ന ശമ്പള പാക്കേജുകൾ ലഭിക്കുന്നില്ല എന്നാണ് എന്ന് പറഞ്ഞ രാഹുൽ, ഇവരാരും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെയോ അവരെ മാനേജ്മെന്റുകളുടെയോ ഭാഗമാകുന്നില്ല എന്നും മറുവശത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെയോ ഗിഗ് തൊഴിലാളികളുടെയോ പട്ടിക പരിശോധിച്ചാൽ അവർ പൂർണ്ണമായും SC, OBC വിഭാഗങ്ങളിലെ ആളുകളാണ് എന്നും ചൂണ്ടിക്കാട്ടി. 2004 ആദ്യ UPA സർക്കാരിന്റെ കാലത്ത് മാത്രമാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്നത് കാരണം രാഹുലിന് OBC-ക്കാരെ വേണ്ട പോലെ സംരക്ഷിക്കാൻ സാധിച്ചില്ല എന്നും രാഹുൽ പറഞ്ഞു. അന്ന് അവരുടെ ചരിത്രത്തെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും നന്നായി അറിയുമായിരുന്നെങ്കിൽ ജാതി സെൻസസ് അന്ന് തന്നെ നടപ്പിലാക്കുമായിരുന്നു എന്നും അത് പാർട്ടിയുടെ കുഴപ്പമല്ല എന്നും തന്റെ മാത്രം കുഴപ്പമാണ് എന്നും അത് തിരുത്താൻ പോവുകയാണ് എന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. അല്ലെങ്കിലും രാഹുലിന് തിരിച്ചറിവ് വരുന്നതൊക്കെ കുറച്ചു വൈകിയാണ്. കാലങ്ങളോളം കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന, ഗാന്ധി കുടുംബത്തിന്റെ കുത്തകയായിരുന്ന ഇന്ത്യയെ തുടർഭരണത്തിൽ നിലനിർത്താൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളെയും കാവി പുതുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോദിയുടെ കഴിവാണോ രാഹുലിന്റെ കഴിവുകേടാണോ എന്ന് ഇത്രയുമൊക്കെ നീണ്ട കവലപ്രസംഗം കാഴ്ചവെക്കുമ്പോൾ രാഹുലിനെ ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച